കപ്പ അങ്ങോട്ട് ഇങ്ങനെ ഇഞ്ചി ഇഞ്ചി ഞാൻ ഇച്ചിരി വടക്കുന്ന. അതെ അതെ, ചെറിയൊരു വ്ളോഗൊക്കെ ഉണ്ട്. ബെഞ്ചാരോ വ്ളോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു വ്യത്യസ്തമായ വീഡിയോയുമായി നമ്മുടെ തൊടുപുഴയിൽ നിന്നാണ്. നമ്മുടെ നാടുകാണി പവലിൽ നിന്നും പറഞ്ഞൊരു സംഭവമുണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പറഞ്ഞാൽ നല്ല വ്യൂ പോയിൻ്റാണ്. ഇന്നിവിടെ അടച്ചിട്ടേക്കുവാണെന്നാണ് പറഞ്ഞത്. നമുക്കപ്പം അകത്തേക്ക് കയറി നോക്കാം. അപ്പം അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന നല്ല പോയിൻ്റുകളുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്ന് നാടുകാണി പവലിയൻ്റെ വിശേഷങ്ങളാണ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മനു അരുണുമുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി വിശേഷമൊക്കെ മുകളിലോട്ട് കയറിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്കിവിടെ ലഭിക്കും കേട്ടോ. ഇവിടെ അതിനുള്ള സ്റ്റാളൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ അടവാണ്, കട ഇതെല്ലാം അടച്ചേക്കുവാണ്. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ടായിരിക്കാം. ഇവിടെ കുടിവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ നാടുകാണി പവലിയനിൽ വന്നു കഴിയുമ്പോൾ നമ്മളിവിടെ ഒരു ചേട്ടനിവിടെ കട നടത്തുന്നുണ്ട്. അവിടെ നല്ല കപ്പയും മുളകും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ കപ്പയും മുളകും എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. ചേട്ടൻ നല്ല കപ്പയും ഒക്കെ പുഴുങ്ങി കൊണ്ടുവന്ന് വെച്ചേക്കാണ്. ഇവിടെ പുഴുങ്ങിയാ? പിന്നെ അല്ല അതല്ലേ. അപ്പോൾ കപ്പയും ഉണ്ട്, നല്ല സൂപ്പർ കപ്പ ഇവിടെ കിട്ടും. കപ്പയും മുളകും അല്ല, നമ്മുടെ സ്വന്തം കപ്പ. നമ്മുടെ സ്വന്തം കപ്പ പറിച്ച് നമുക്ക് വേണ്ടി സ്വന്തം ചേട്ടൻ നമുക്ക് വേണ്ടി നല്ല മുളകൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കൂട്ടി നമ്മൾ ഇന്ന് കഴിക്കാൻ പോവാം. ഇത് വ്യത്യസ്തമായിട്ട് ചേട്ടന് എന്തൊക്കെ ചേർക്കുമെന്ന് പറഞ്ഞു ഇതിൻ്റെ അത്? ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളക്, വേപ്പില, ഇത്ര സാധനങ്ങൾ ചേർത്താണ്. ഉണ്ടോ നമ്മുടെ മുളക് ചമ്മന്തിയൊക്കെ ഉണ്ട്. നല്ല പൊളി സാധനമാണ് മോനെ. നമ്മുടെ കപ്പ അവിടെ ഇങ്ങനെ ഇഞ്ചി 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 അതാ ഇഞ്ചി. ഓ പൊളി സാധനം കേട്ടോ. നമ്മളിവിടെ നാടുകാണി പവലിന് വരുവാണെങ്കിൽ നമ്മുടെ ചേട്ടൻ്റെ കടയിൽ കയറി കപ്പയും മുളകും കഴിക്കാതെ ആരും പോകാതെ നല്ല പൊളി സാധനമാണ്, ഒരു രക്ഷയില്ല. ഇവിടെ രണ്ടെണ്ണം കൂടെ ഇരുന്ന് ഭയങ്കര തീറ്റയാണ്. എങ്ങനെ ഉണ്ടായിരുന്നേ? എങ്ങനെ ഉണ്ടാ? പൊളിയാണോ? ആ മുളക് വെച്ചിട്ടേ ആണോ? ചമ്മന്തി ചമ്മന്തി കേട്ടോ. കണ്ണി കൂടെ ഉണ്ടല്ലോ, പുക പറക്കും അല്ലേ. വേണ്ട ഈ മുളകൊക്കെ അങ്ങോട്ട് ഇങ്ങനെ വെച്ച് വേണ്ട ഇങ്ങനെ. മോനെ ഒന്നും പറയണ്ട. അവിടെ ചേട്ടൻ കമ്പിളി നാരങ്ങ നമുക്ക് ജ്യൂസാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോയി നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കാണാം. എങ്ങനെയുണ്ട്? ഭയങ്കര പൊളിയാ. നമ്മുടെ നാടുകാണി പവനിലേക്ക് കയറിപ്പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ താഴെ അന്വേഷിച്ചപ്പം അവിടെ ഓപ്പൺ അല്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങോട്ട് കയറി നോക്കട്ടെ. ഏതായാലും നമുക്കിവിടെ വണ്ടി ഇടാം. വണ്ടി ഇട്ട് പതിയെ സൈഡ് വഴി കയറാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ നാടുകാണി പവലിയൻ്റെ മുകളിലത്തെ ആ ഒരു വ്യൂ കാണണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറണം. നമുക്കിവിടെ എല്ലാം ക്ലോസ് ചെയ്തേക്കുന്നു. അത് കാരണം നമ്മൾ പതിയെ അപ്പുറത്തോട്ട് പോയി നോക്കട്ടെ. സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റിയതുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഒരു നല്ലൊരു വ്യൂ ആണ് നാടുകാണി പവലിയൻ എന്ന് പറഞ്ഞ്. നല്ല അന്യായ ഒരു വ്യൂ ആണ് ഇത്. കണ്ട
ആ നിങ്ങൾ എവിടെ നിന്ന് വന്നാ? മല്ലപ്പള്ളിക്കാരാണോ? നമുക്കിവിടെ നല്ല ഒരു വ്യൂ ഉണ്ട്. ഇവിടെ നമ്മുടെ 2 മച്ചാന്മാർ വന്നിട്ടുണ്ട്. ഇവരോട് ചോദിക്കാം എവിടെ നിന്നാണ് വന്നതെന്ന്. നിങ്ങൾ എവിടെ നിന്നാണ് വന്നേ? മല്ലപ്പള്ളി നിന്നാണോ? ആഹാ, എങ്ങനെയുണ്ട് മല്ലപ്പള്ളിയൊക്കെ? എങ്ങനെയുണ്ട്? ആണോ? ആണോ? എന്നാൽ നിങ്ങൾക്ക് അവിടെയൊക്കെ നിൽക്കാൻ വയ്യായിരുന്നു, ഇങ്ങോട്ട് വരുന്നേ? അപ്പോൾ ഇനി തൊടുപുഴ മുഴുവൻ ഇറങ്ങാനുള്ള പരിപാടിയാണോ? ആ, അത് നല്ലതാണ്. ആണോ? കോടാമഞ്ഞിന് ഓഹോയാണോ? ആ, അപ്പോൾ നിങ്ങൾ ക്യാമറയിൽ എന്താ ഫോട്ടോയൊക്കെ വരുന്നതാണോ? ആ ക്യാമറയിൽ ആണല്ലേ? ആ, ഫോട്ടോ ഒക്കെ കിട്ടുമല്ലേ അതിലെടുക്കാൻ? ആണല്ലേ? ആ, സ്പോട്ട് കിട്ടിയായിരുന്നു. ഞാൻ ഇച്ചിരി വടക്കുന്ന. അതെ അതെ, ചെറിയൊരു വ്ളോഗൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് ഭയങ്കര ഫോട്ടോ എടുപ്പും പരിപാടി കേട്ടോ. ചവിട്ടണമെന്ന് തോന്നുന്നു മിക്കവാറും കേട്ടോ. എൻ്റെ പൊന്നെ, ഇതെന്തോ സ്ഥലം, ഒരു രക്ഷയില്ല കേട്ടോ. ഇതുകൊണ്ടോ എന്നാ വ്യൂ ആണെന്ന് നോക്കി. നാട് കാണിപ്പൗലിൻ വന്ന് കാണുക. ഓന്ത് ഇത് കണ്ടോ, പാറയുടെ കളറിൽ തന്നെ ഒരു ഓന്തിൻ്റെ കളർ മാറുമെന്ന് പറഞ്ഞത് ചുമ്മാ അല്ല കേട്ടോ. ഇതമ്മാതിരി പാറയുടെ കളറിൽ തന്നെ ഒരു ഓന്ത് കണ്ട പോയ പോക്ക് കണ്ട. ഇത് കണ്ടോ, അടിപൊളി ഒരു വ്യൂ ആണ്, ഒരു രക്ഷയില്ല. വലിയ താഴോട്ട് നല്ല താഴ്ചയിൽ നമുക്ക് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലൊരു വ്യൂ, കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റിയേനെ. നല്ല കോട കയറി കിടക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഈ കോടയൊന്നും ഇല്ലെങ്കിൽ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൊടുപുഴയുടെ ഒരു നല്ലൊരു ഭാഗം സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അമ്മാതിരി ഒരു സ്ഥലമാണ്. നല്ല കോട കയറി കിടക്കുമല്ലേ? ആ, നല്ലേ പൊളി സ്ഥലം കേട്ടോ. ഏതാടാ? ആ, നല്ലേ. ആ, നല്ലേ. ഇത് കണ്ട മോനെ, ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. നമുക്കിവിടെ കണ്ട, ഇവിടെ കയറി നിൽക്കാനൊക്കെ ഉള്ളതും ഇരിക്കാനുള്ളതൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മനു അവിടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുകയാണ്. ഉണ്ടോ, നല്ല പൂവൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പോയി നിന്നാ. ഞാനീ പോരുന്നേ, അവിടെ നിൽക്ക്. ആ, പിന്നെ എൻ്റെ പൊന്നെ, പോളി പോളി. രണ്ടുപേരും കൂടെ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് പോകുന്ന കേട്ടോ. ഒരു രക്ഷയില്ല, കോട കയറി വരുന്നേ. ഇത് കണ്ടാ ഇവിടെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഉണ്ട്, ആനക്കുട്ടിയൊക്കെയാണ്. ആനക്കുട്ടി ഇവിടെ നമ്മുടെ കുതിരയൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട. ഇവിടെ ഇങ്ങനെ സംഭവം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്ഥലം തന്നെ. ഇവിടെ നമുക്കിരുന്ന് ഊഞ്ഞാലാടാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ദൈവീകരണമുണ്ട്. തൊടുപുഴയൊക്കെ ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. നല്ല കീഴ് സ്ഥലം. ഇത് കണ്ട, അവിടെ ഒരു പാറ. ആ പാറയുടെ മണ്ടയിലേക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും. ഒരു രക്ഷയില്ല. ഇവിടെ കണ്ടോ, കോട ഇറങ്ങി നല്ല സെറ്റായിക്കൊണ്ടിരിക്കും. ഒരു രക്ഷയില്ല. എന്താ മോനെ, കാടെന്ന് പറഞ്ഞാൽ കാട്. ഇത് കണ്ടോ താഴോട്ട്, ഒരു രക്ഷയില്ലാത്ത കാട്. ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ നടക്കാം നമുക്ക് വേണമെങ്കിൽ. ഇത് കണ്ട, അല്ല ഇവിടെ എല്ലാം നല്ലതായിട്ട് കോട കയറിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇവിടെയൊക്കെ കൂട്ടുകാരൊക്കെ കൂടി വന്നിരുന്ന് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ്. നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ വന്നാലും അധികം നടപ്പൊന്നുമില്ലാത്ത ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നടക്കാതൊക്കെ ഇവിടെ വന്നിരുന്ന സംഭവം നമുക്കിത് ഇതുപോലെ ഊഞ്ഞാലൊക്കെ ഇവിടെ ഉണ്ട്. അയ്യോ, ഇരിക്കട്ടെ. അമ്മേ മോനെ, പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായം പൊളി. ഒരു രക്ഷയില്ലാത്ത സ്ഥലം അല്ലേ? ഫോട്ടോസ് എങ്ങനെയുണ്ട്?
നമ്മുടെ നാടുകാണി പവലിനെ കുറിച്ച് 2 വാക്ക് പറയൂ. സൂപ്പറാണ്. നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഒരു പ്രത്യേക ക്ലൈമറ്റ് ആണ്. ഒരു ചെറിയ തണുപ്പും പിന്നെ വന്ന് നിന്ന് കാണാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. പിന്നെ നമ്മൾ വന്നുകൊണ്ടാണ് തോന്നുന്നത് ഇവിടെ ഈ സംഭവം അടച്ചിട്ടത് കൊണ്ട് അതിന്റെ ടോപ്പിൽ കയറി വ്യൂ കാണാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ ഇത് ഓപ്പൺ ആയിരിക്കും ഇത് കറക്റ്റായിട്ട് കാണാനൊക്കെ പറ്റും. അവധി ദിവസങ്ങളിൽ വരാതിരിക്കുക, കാരണം അവധി ദിവസങ്ങളിൽ ഇവിടെ എല്ലാം അടവാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇന്നിപ്പം എനിക്ക് തോന്നുന്നു അടവാണ് ഇവിടെ. തൊടുപുഴ ഒന്നിനൊന്നും ആന്നല്ലേ? ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ തൊടുപുഴയിലെ വീഡിയോകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ. തൊടുപുഴയിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തോട്ട് പോകാൻ തോന്നുന്നില്ല. ഒരു പോയിന്റ് വന്ന് കഴിയുമ്പോഴത്തേന് അവിടെ ഇന്നതുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് ചെല്ലുമ്പോൾ അടുത്ത സ്ഥലത്ത് നല്ല നല്ല പോയിന്റുകളുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ വീണ്ടും അടുത്തടുത്ത പോയിന്റുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലിയോടുകൂടി വന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ ഇതാണ്ടോ കോട കയറുന്നുണ്ടോ. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടോ കോട കയറി വരുന്നേ കണ്ടോ, താഴെ നിന്ന് ഇങ്ങനെ കയറി വരുന്നേ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാണ്. നമ്മൾ നേരത്തെ നമുക്ക് താഴെ വശമൊക്കെ കാണാമായിരുന്നു, ഇപ്പം കണ്ടോ മുഴുവൻ കോടയായി. ഒരു രക്ഷയില്ല. നല്ല ഒന്നും പറയണ്ട, നല്ല അടിപൊളി ഒരു സ്ഥലമാണ് നമ്മുടെ ഇവിടെ. ഭയങ്കര ഫോട്ടോ എടുപ്പ് കേട്ടോ, ഒരു രക്ഷയില്ല. മിക്കവാറും ഞാൻ ഈ ക്യാമറ തല്ലി പിടിക്കും. ഈ ക്യാമറ വന്നേ കൊണ്ട് ഒരു പരിപാടി നടക്കുന്നില്ല. ഭയങ്കര ഫോട്ടോ എടുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോട്ടോ എടുപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാടുകാണി പവലിയൻ. ഇതൊക്കെ എങ്ങനെ എടുക്കാതിരിക്കും? ഫോട്ടോ കാണിച്ച് പൊളി ഇത് കണ്ടോ ഫോട്ടോ എടുപ്പുകാരുണ്ടോ? അന്യ ഫോട്ടോ കോടമഞ്ഞി കുളിച്ച് നിൽക്കുന്ന പരിപാടികളൊക്കെയാണ് ഇവിടെ. എൻ്റെ മോനെ, നമ്മളെ നാടുകാണി പവലിയൻ നിങ്ങൾ ഈ തൊടുപുഴ ഭാഗത്ത് ഇതിനോടടുത്ത് എവിടെയെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് നിങ്ങൾക്ക് തകർത്ത് കണ്ടിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിൻ്റാണ്. താഴെ കണ്ടോ നല്ല കോട കയറി വരുന്നേ. ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. കണ്ടോ ഈ മരത്തേലുണ്ടോ എന്തോ ഒരു കുരുവൊക്കെ ഇങ്ങനെ ഉണ്ടായി, ഒരു കായല്ലേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗി. ഇവിടെയൊക്കെ നിന്ന് നല്ല അടിപൊളി ഫോട്ടോസുകളൊക്കെ എടുക്കുന്നുണ്ട് ഞങ്ങൾ കേട്ടോ. അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി കാണാം. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ നാടുകാണി പവലിയൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരെല്ലാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ അടിപൊളി ഫോട്ടോസുകൾ ഇടുന്നുണ്ട്, നിങ്ങൾ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നല്ല നല്ല പോയിൻറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്. അല്ല അങ്ങനെ ഇരുന്നിട്ട് കാലുമേ വെച്ച് കാല് പൊങ്ങുന്നില്ല. അത് കുഴപ്പമില്ല, പൊങ്ങിക്കോളും. നോക്കണേ, ഭയങ്കരമായി. ആട് എങ്ങനെ ആടാനാ? അയ്യോ എൻ്റെ മോനെ പൊളി.